ശശി തരൂർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നറിയില്ല. അദ്ദേഹത്തോട് ചോദിക്കട്ടെ എന്ന് പറയുമ്പോഴും കയർ മേഖല ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ ജോലിയുണ്ടോ, തൊഴിലുണ്ടോ, ഏത് അവസ്ഥയിലാണെന്നുള്ള ചോദ്യങ്ങൾ വളരെ ക്ഷുഭിതനായിക്കൊണ്ട് മാധ്യമങ്ങളോട് ഒരു തരത്തിൽ നമുക്ക് ആക്രോശിച്ചു എന്ന് പറയാം. ആ തരത്തിൽ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ആ ചോദ്യത്തിന് ACC ജനറൽ സെക്രട്ടറി മറുപടി നൽകിയിരിക്കുന്നത്. എന്തായാലും തരൂരിന്റെ ഇപ്പോൾ ഈ ഒരു അമൽ തേനമ്പറമ്പിലുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. അമൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുള്ളൂ, കോൺഗ്രസിനെ ആകെ പ്രതിരോധത്തിലാക്കുന്നതാണ് ശശി തരൂർ ആവർത്തിച്ചു പറയുന്ന ഈ നിലപാടും ഈ കാര്യങ്ങളും എന്നത്. അത് കൃത്യമായിട്ട് ഇപ്പോഴിതാ ഒരുപക്ഷെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് KC വേണുഗോപാൽ മറുപടി പറയാൻ നമ്മൾ കണ്ടത്. സംസ്ഥാന കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഹൈക്കമാൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് KC വേണുഗോപാൽ തന്നെയാണ്. KC വേണുഗോപാലിനെ രാവിലെ മുതൽ തന്നെ സംസ്ഥാന കോൺഗ്രസിലെ നേതാക്കളെല്ലാം തന്നെ വിളിച്ച് പരാതി അറിയിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കുറേ അധികം കാലമായി സഭയ്ക്കകത്തും തിരുവോരങ്ങളിലും ഇറങ്ങി പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുള്ള തരത്തിലാണ് തരൂർ പറയുന്നത്. ആ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് ഈ നേതാക്കളുടെ എല്ലാം ആവശ്യം. അതവർ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ ഒന്നടങ്കം ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തു. കേരളത്തിന്റെ ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും KC വേണുഗോപാൽ അറിയാതെ ഹൈക്കമാൻഡിലും AICCയിലും എന്തെങ്കിലും നടക്കും എന്ന് വിചാരിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് ഈ KCയുടെ പ്രതികരണം കണ്ടാൽ ഒരു കാര്യം വ്യക്തമായി തന്നെ പറയാൻ കഴിയും. AICCക്ക് അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് തരൂരിൻ്റെ കാര്യത്തിൽ കൃത്യമായി തന്നെയുള്ള വിയോജിപ്പുണ്ട്. തരൂർ പറഞ്ഞ പ്രസ്താവനകളിൽ വിയോജിപ്പുണ്ട് എന്ന് തന്നെ നമുക്ക് കണക്കാക്കാൻ കഴിയും. നേരത്തെ അക്ഷയ പറഞ്ഞതുപോലെ അത് മാധ്യമങ്ങളോട് ക്ഷുഭിതനായി സംസാരിച്ചതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. KC വേണുഗോപാലിൻ്റെ ചോദ്യം കൃത്യമായി തന്നെ ശശി തരൂരിനോടാണ്. ഇവിടെ തൊഴിലുണ്ടോ, ഇവിടെ കൂലിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് CPM-നോടോ അല്ലെങ്കിൽ മാധ്യമങ്ങളോടാണോ അല്ലെങ്കിൽ സർക്കാരിനോടാണോ എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അത് തരൂരിന് വൈകാരികമായാണ് മറുപടി പറഞ്ഞതെന്ന് കൂടിയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ആ തരത്തിൽ വരെ ഒരുപക്ഷെ അമല സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ വരെ എല്ലാവരും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടാകും. അപ്പോൾ വീണ്ടും തരൂരിന്റെ ഈ ഒരു വാർത്താ സമ്മേളനവും മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചതും വീണ്ടും പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ തരൂരിന് ചോദ്യങ്ങൾ ഇപ്പോൾ KC വേണുഗോപാൽ ചോദിച്ചതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതൊക്കെ ഉണ്ടാകും എന്നൊരു ഉറപ്പ് തരൂരിന് ഇന്ന് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ നിരന്തരമായി തരൂരിൻ്റെ ഒരു പ്രതികരണത്തിന് ശ്രമിക്കുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് ഒരു പരിപാടിക്ക് ഇറങ്ങുന്നുണ്ട്. അതിനു മുൻപ് സംസാരിക്കാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയം ചോദ്യമായി വരുമെന്നുള്ളത് തരൂരിന് ഉറപ്പായിരുന്നു. അപ്പോൾ ഈ ഒരു ലേഖനത്തിൽ വന്ന കാര്യത്തിൽ എന്തെങ്കിലും പിശകുണ്ട് അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമായി മാറി എന്നൊരു ബോധ്യം തരൂരിനുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ കോൺഗ്രസ് നേതാക്കളെല്ലാം ഇതിനോടകം തന്നെ എതിർപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഇതൊരു പ്രശ്നമാകുമെന്നൊരു ബോധ്യം തരൂരിനുണ്ടായിരുന്നുവെങ്കിൽ ഒരു അബദ്ധം പറ്റിപ്പോയതാണ് എന്നെങ്കിലും തരൂർ പറഞ്ഞേനെ. അല്ലെങ്കിൽ വസ്തുതകൾ വീണ്ടും പരിശോധിക്കാം, തെറ്റുണ്ടെങ്കിൽ പരിശോധിക്കാം എന്നെങ്കിലും തരൂർ പറഞ്ഞേനെ. പക്ഷേ തരൂർ എന്തോ എന്ന് ഉറപ്പിച്ചാണ്. തരൂരിൻ്റെ പ്രസ്താവനകളിൽ ആ കാര്യം വ്യക്തമാണ്. താൻ എടുത്ത നിലപാടിൽ നിന്നും ഒരടി പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് തരൂർ ആവർത്തിച്ച് പറയുകയാണ്. മാത്രമല്ല, താൻ പറഞ്ഞത് കണക്കുകൾ വെച്ചാണ് പ്രതിപക്ഷ നേതാവിനോട് പറയുന്നത്. താൻ പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനോട് ഞാൻ എഴുതിയ ലേഖനം ഒന്ന് വായിച്ചു നോക്കൂ, കണക്കൊന്ന് പരിശോധിക്കൂ എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ തരൂർ ഒരടി പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നു. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അക്ഷയ്, തീർച്ചയായും എടുത്ത നിലപാടിൽ അതേപടി തന്നെ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. വിവാദങ്ങൾ ഇങ്ങനെ കൊഴുക്കുന്നതിനിടെയാണ് ഒരിക്കൽ കൂടി ആ ലേഖനം ട്വിറ്ററിൽ പങ്കുവച്ചത്.